ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള അഞ്ചേരി എന്ന മലയോര ഗ്രാമം. പുൽമേടുകളും ഫലവൃക്ഷങ്ങളും നിറഞ്ഞ ഹരിതകാന്തി. കുഞ്ഞോളങ്ങൾ നിരയിട്ടു നീങ്ങുന്ന നീർത്തടങ്ങൾ. കാർഷിക പാരമ്പര്യത്തിന്റെ തായ്വേരുകൾ ആഴത്തിൽ പടർന്ന ഈ മണ്ണിലെവിടെയും പ്രകൃതി ഒരുക്കിയ കാർഷിക കാഴ്ചകൾ. പാരമ്പര്യത്തിന്റെ പടവുകളിൽ നിന്നുകൊണ്ട് തന്നെ കാർഷിക രംഗത്തേക്കെത്തിയ കാലാനുസൃതമായ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ഒരു പുതിയ കാർഷിക പ്രവർത്തന പദ്ധതിക്ക് ഈ ഗ്രാമത്തിലെ ഒരു സംഘം കർഷകർ രൂപമേകി. അഞ്ചേരി വെട്ടുകാട്ടിൽ ജിമ്മി ജോസ് എന്ന യുവ കർഷകന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന സുഫല കർഷക സംഘം എന്ന കർഷക കൂട്ടായ്മ പുത്തൻ കാർഷിക പരീക്ഷണങ്ങൾക്ക് മുതിരുകയായിരുന്നു. തനത് നാടൻ പശുക്കളുടെ പരിപാലനം, ക്ഷീരമേഖലയുടെ അഭിവൃദ്ധി, തനത് വംശത്തിൽപ്പെട്ട കരിങ്കോഴി, പെരുവലം കോഴി എന്നിവയുടെ സംരക്ഷണം, ജൈവ കൃഷി, കൃഷിവിളകളുടെ ഏകീകൃത വിപണനം തുടങ്ങിയ കാര്യങ്ങൾ സംഘം ലക്ഷ്യമിട്ടു. ഇതോടൊപ്പം കൂട്ടുചേരാൻ കാർഷിക വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും മുന്നോട്ട് വന്നത് കർഷക സംഘത്തിന് കൂടുതൽ ഉത്തേജനമായി. പരമ്പരാഗതമായ കൃഷിക്കാരാണ് ഞങ്ങൾ. കർഷകർക്ക് വേണ്ടി ഒരു കർഷക സംഘം രൂപീകരിച്ച് ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും ഗീർ പശുക്കളും കരിങ്കോഴിയും പുൽകൃഷിയും പുല്ലിൽ നിന്ന് സൈലേജ് ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് ആവശ്യമായി എത്തിച്ചു കൊടുക്കുക. ഇതാണ് മെയിനായിട്ട് കർഷക സംഘത്തിന്റെ പ്രവർത്തന രീതി. ക്ഷീരമേഖലയിൽ കർഷകർ നേരിടുന്ന വർദ്ധിച്ച തീറ്റ ചെലവ് എങ്ങനെ നിയന്ത്രിക്കാമെന്നതായിരുന്നു സംഘം ആദ്യം ചിന്തിച്ചത്. വൈക്കോലും പച്ചപ്പുല്ലും വിവിധതരം കാലിത്തീറ്റകളുമാണ് കർഷകർ സാധാരണ ഉപയോഗിച്ചു പോരുന്നതെങ്കിലും അതിൽ പോഷകപ്രദമായ തീറ്റപ്പുല്ലിന്റെ ലഭ്യത സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘം CO3 ഇനത്തിൽപ്പെടുന്ന തീറ്റപ്പുൽ കൃഷിയിലേക്ക് കടന്നു. തൊടുപുഴയിലെ മലങ്കര പ്ലാന്റേഷന് സമീപമുള്ള വിശാലമായ തടാകക്കരയിലെ 50 ഏക്കറോളം എന്ന സ്ഥലത്ത് ആരംഭിച്ച തീറ്റപ്പുൽ കൃഷി ഒരു പുതിയ മാറ്റത്തിന് തന്നെ വഴിതെളിച്ചു. നീരൊഴുക്കുള്ളതിനാൽ ആവശ്യത്തിന് ജലം ലഭിക്കുകയും വളമായി ചാണക സ്ലറി നൽകുകയും ചെയ്തപ്പോൾ തീറ്റപ്പുല്ല് തഴച്ചു വളർന്നു. ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഒട്ടേറെ ക്ഷീര കർഷകർക്ക് ഈ തീറ്റപ്പുൽ കൃഷി ഏറെ പ്രയോജനപ്പെട്ടു. മിതമായ നിരക്കിൽ ലഭിക്കുന്ന തീറ്റപ്പുല്ല് കർഷകർ കൃഷിസ്ഥലത്തെത്തി വാങ്ങുന്നതിനൊപ്പം കർഷകർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ സംഘം എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. CO3 ഇനത്തിൽപ്പെട്ട പുല്ലാണ് ഈ കാണുന്നത്. മെയിനായിട്ട് നമ്മൾ ഒരു 50 ഏക്കറോളമാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ക്ഷീര കർഷകർക്ക് വേണ്ടി സൈലേജ് ഉൽപ്പാദിപ്പിക്കുന്നതിനും കേരളത്തിൽ ഉള്ള ക്ഷീര കർഷകർക്ക് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ നോർമൽ റേറ്റിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ലാർജ് സ്കെയിലിൽ പുല്ല് കൃഷി ചെയ്തിരിക്കുന്നത്. തീറ്റപ്പുൽ കൃഷിയിലെ മികച്ച വിജയം തീറ്റപ്പുല്ല് ഉപയോഗിച്ചുള്ള കാലിത്തീറ്റയുടെ നിർമ്മാണം എന്ന പുതിയ ഒരു ആശയത്തിലേക്ക് ജിമ്മിയെയും സംഘത്തെയും നയിച്ചു. മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർ P. ബിജുവിന്റെ സഹകരണം കൂടിയായപ്പോൾ സൈലേജ് ഉത്പാദനം എന്ന പുതിയ സംരംഭം പ്രവൃത്തിപഥത്തിലെത്തുകയായിരുന്നു. ഗുണമേന്മയേറിയ CO3 തീറ്റപ്പുല്ല് ചാഫ് കട്ടറിൽ ചെറുതായി അരിഞ്ഞെടുക്കുകയാണ് സൈലേജ് നിർമ്മാണത്തിലെ ആദ്യപടി. അരിഞ്ഞെടുത്ത തീറ്റപ്പുല്ല് നിശ്ചിത അളവിലുള്ള ശർക്കര, ഉപ്പ്, ധനിപ്പൊടി എന്നിവയോടുകൂടി നന്നായി കലർത്തുന്നു. മിശ്രിതമാക്കപ്പെട്ട സൈലേജ് പോളിത്തീൻ ബാഗിൽ നിറച്ച് വായു മുക്തമാക്കി സീൽ ചെയ്ത്
മറ്റൊരു പ്ലാസ്റ്റിക് ചാക്കിലാക്കി വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നു. പശുക്കൾക്കായി ഭക്ഷണത്തെ സംസ്കരിച്ച് ദീർഘനാൾ കേടാകാതെ വെക്കുന്ന ഒരു സംസ്കരണ രീതിയാണ് എൻസൈലിംഗ് എന്ന് പറയുന്ന രീതി. എൻസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പുല്ലിനെ പ്രത്യേക രീതിയിൽ ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് അന്തരീക്ഷവായുവുമായി കലരാത്ത രീതിയിൽ ശർക്കര, ധാന്യപ്പൊടികൾ, ഉപ്പ് എന്നിവ നിശ്ചിത അനുപാതത്തിൽ ചേർത്ത് പ്രത്യേക രീതിയിൽ 10-20 ദിവസം അന്തരീക്ഷവായുവിൽ കലരാത്ത രീതിയിൽ അടച്ചുവെച്ച് സംസ്കരിക്കുന്ന രീതിയാണ്. എൻസൈൽ ചെയ്ത പുല്ലിന് ഗുണമേന്മ ഏറെ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അതേറെ സ്വാദിഷ്ടമായതിനാൽ പശുക്കൾ ധാരാളമായി കഴിക്കുകയും അങ്ങനെ തന്നെ അവയുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും കൂടുതൽ പാൽ അവയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. പശുക്കളുടെ ദഹന പ്രക്രിയ എന്ന് പറയുന്നത് അന്തരീക്ഷവായുവിൻ്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഏതാണ്ട് സമാനമായ രീതിയിലാണ് എൻസൈലിങ്ങും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പകുതി ദഹിച്ചത് എന്നതുപോലെയുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് എൻസൈലിങ്ങിന് ശേഷം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ദഹിക്കുകയും അന്തരീക്ഷവായുവിൻ്റെ അസാന്നിധ്യത്തിൽ കൂടുതലായി കൊഴുപ്പ് രൂപപ്പെടുന്നതിന് വേണ്ട വസ്തുക്കൾ പശുക്കളുടെ ആമാശയത്തിൽ രൂപപ്പെടുകയും അങ്ങനെ ധാരാളം കൊഴുപ്പും പാലിൽ നിന്നും അതും മുഖേന ധാരാളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനും കർഷകർക്ക് സാധിക്കും. ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വരുമാന രീതി എന്ന് അവലംബിക്കുന്നത് മുഖ്യമായും പാലാണ്. എന്നാൽ പാല് കൂടാതെ മറ്റു പല രീതിയിലും ഈ മേഖലയിൽ നിന്നും വരുമാനമുണ്ടാക്കുവാൻ കർഷകർക്കാകുന്നതാണ്. അത്തരത്തിലുള്ള മാർഗങ്ങളെക്കുറിച്ച് കർഷകർ ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില കർഷകരെ സംബന്ധിച്ചിടത്തോളം പാലുൽപാദനം വിപണിയുടെ ലഭ്യത ഇല്ലാത്തത് മൂലം നഷ്ടമായി അവസാനിക്കാം. പക്ഷേ അത്തരം കർഷകർക്ക് ധാരാളമായി തീറ്റപ്പുല്ല് നട്ടുവളർത്താനുള്ള സൗകര്യമുണ്ടാകാം. അങ്ങനെ വളർത്തുന്ന പുല്ലിന് വളരെ നല്ല വിലയ്ക്ക് വിപണനം ചെയ്യുന്നതിന് ഈ ഒരു പ്രക്രിയ വളരെ സഹായകരമാകും. ഈ സാങ്കേതിക വിദ്യ ഒന്ന് നിസ്സാരമായ ചെലവോടുകൂടി നമുക്ക് നടപ്പിലാക്കാവുന്നേ ഉള്ളൂ. അതിൽ നിന്നും വളരെയധികം വരുമാനം അത്തരം കർഷകർക്ക് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, തീറ്റ ഉൽപാദനത്തിൻ്റെ ബുദ്ധിമുട്ട് നേരിടുന്ന വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സഹായകവുമാകും. സൈലേജ് നിറച്ച ചാക്കുകൾ അപ്പോൾ തന്നെ കർഷകർ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനാൽ നിർമ്മാണ സ്ഥലത്ത് സംഭരണ കേന്ദ്രങ്ങളെ ആവശ്യമുണ്ടാകുന്നില്ല. കർഷകരുടെ അടുത്തേക്ക് നീങ്ങുന്ന യാത്രാവേളയിൽ പോളിത്തീൻ ബാഗിലെ സൈലേജിന്റെ സംസ്കരണ പ്രക്രിയയും പൂർത്തിയായിരിക്കും. ക്ഷീരകർഷകരുടെ ഇന്നത്തെ ചെലവ് വളരെയധികം കുറയ്ക്കാൻ ഉപകരിക്കുന്ന ആണ് സൈലേജ്. സൈലേജ് കർഷകർ പശുവിന് കൊടുക്കുമ്പോൾ കര ആഹാരം പകുതിയായിട്ട് കുറയ്ക്കാൻ സാധിക്കും. സൈലേജ് നിർമ്മാണം 100 കിലോ പുല്ലിന് 3 കിലോ ശർക്കര, 1 കിലോ ഉപ്പ് ഇവ ചേർത്ത് മിക്സ് ചെയ്ത് 2 ആഴ്ച വെച്ച് ഇട്ട് കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. സൈലേജ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് 6 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. കേരളത്തിലെ ക്ഷീരകർഷകർക്ക് ആവശ്യമായ സൈലേജ് സംഘം ഉൽപ്പാദിപ്പിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിച്ചു കൊടുക്കുന്നു. ഇത് ഒരു കർഷകർക്ക് താങ്ങാവുന്ന ഒരു റേറ്റിലാണ് സംഘം എത്തിച്ചു കൊടുക്കുന്നത്. സുഫല കർഷക സംഘത്തിൽ നിന്ന് സൈലേജ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ പശുക്കൾക്ക് നല്ല ആരോഗ്യവും പാലിൻ്റെ അളവും കൂടുതലുണ്ട്. അതുപോലെ പാൽ കൊടുക്കുന്ന ഇപ്പം നമുക്ക് DRC ഫാറ്റ് നമുക്ക് കൂടുതൽ വരുന്ന റീഡിങ്ങും കൂടുതൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ചിലവ് വളരെ കുറവാണ്. ഇപ്പം ഓക്ക അങ്ങനെയുള്ള പെല്ലറ്റുകളുടെ അളവ് നമുക്ക് കുറച്ചിട്ട് ഖരാഹാരങ്ങൾ കുറച്ച ശേഷം ഈ സൈലേജ് കൊടുക്കാൻ തുടങ്ങിയതോടെ പശുവിന് പുഷ്ടിമ കൂടുതൽ കാണിക്കുന്നുണ്ട്. ഖരജീവാമൃതമായിരുന്നു ജിമ്മിയുടെയും കർഷക സുഹൃത്തുക്കളുടെയും അടുത്ത സംരംഭം. ഗുജറാത്തിൽ നിന്നും എത്തിച്ച തനി നാടൻ ഇനമായ ഗീർ പശുക്കളുടെ ചാണകവും മൂത്രവുമാണ് ഖരജീവാമൃതത്തിലെ പ്രധാന ഘടകങ്ങൾ. ശർക്കര, പയറുപൊടി, സംശുദ്ധമായ മണ്ണ് എന്നിവയാണ് മറ്റ് ഘടകങ്ങൾ. മിശ്രിതം 48 മണിക്കൂർ കൊണ്ട് ഉണക്കിയെടുക്കുന്നു. സുഫല കാർഷിക സംഘം ജീവാമൃതം പല കർഷകരും ആവശ്യം അനുസരിച്ച് കരജീവാമൃതം ഉണ്ടാക്കാൻ തുടങ്ങി. കരജീവാമൃതം ഉണ്ടാക്കി കഴിഞ്ഞാൽ ജീവാമൃതം ടൗണുകളിൽ ഓർഗാനിക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല കൃഷിയുടെ കൃഷി സംവിധാനം തുടരണമെന്ന് ആഗ്രഹിക്ക് ജീവാമൃതം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിനുവേണ്ടിയാണ് സുഫല കാർഷിക സംഘം കരജീവാമൃതം മാർക്കറ്റ് ചെയ്യുന്നത്. കരജീവാമൃതം 8 മാസം വരെ നമുക്ക് കേടുകൂടാതെ സംഭരിച്ചു വെക്കാൻ പറ്റും.
പക്ഷേങ്കിൽ ജീവാമൃതമാണെങ്കിൽ 4 or 5 അല്ലെ ഒരാഴ്ചയ്ക്കും അത് ഉപയോഗിച്ച് തീർക്കണം. അതുകൊണ്ട് കർഷകർക്ക് ജീവാമൃതം സാധാരണ ടെറസിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കരജീവാമൃതമാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ജൈവ കൃഷിക്ക് ഉള്ള സാധനം. സാധാരണ ജീവാമൃതം ലിക്വിഡായിട്ടിരിക്കുന്നു, അതിന്റെ മണം അത് ലിക്വിഡായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനും പ്രയാസമാണ്. അതേസമയം കരജീവാമൃതം പ്ലാസ്റ്റിക് കൂടിനകത്ത് അടച്ച് വൃത്തിയായ പാക്കറ്റിൽ അതുകൊണ്ട് ട്രാൻസ്പോർട്ടിങ്ങിനെ കൊണ്ടു നടക്കണം യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഈറ്റപ്പിൽ അരിയുന്നതിനുള്ള ഒരു പ്രത്യേക ചാഫ് കട്ടറും കർഷക സംഘം വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. സ്വന്തം സാങ്കേതിക സംവിധാനത്തിൽ കമ്പോളത്തിൽ ഇന്ന് വാങ്ങാൻ കഴിയുന്ന ചാഫ് കട്ടറിനേക്കാൾ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കപ്പെട്ട ഈ യന്ത്രം കർഷകർ ആവശ്യപ്പെട്ടാൽ നിർമ്മിച്ചു നൽകാൻ സംഘം ഒരുക്കുന്നു. ഈ കർഷകർക്കായിട്ട് ഏറ്റവും ചെലവുറഞ്ഞ രീതിയിൽ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന ചാഫ് കട്ടറിനേക്കാളും വളരെ വില കുറച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. കർഷകർക്ക് അതൊരു നേട്ടമായിരിക്കുമെന്ന് കരുതിയാണ് ചെയ്യുന്നത്. തീറ്റപ്പുൽ കൃഷി, സൈലേജ് ഉത്പാദനം, ഖരജീവാമൃത നിർമ്മാണം എന്നിവയ്ക്കൊപ്പം ജൈവ രീതിയിൽ വിപുലമായി തന്നെ വ്യത്യസ്ത കാർഷിക വിളകൾ ജിമ്മിയും സംഘവും കൃഷി ചെയ്തു വരുന്നു. റബ്ബർ, വാഴ, പച്ചക്കറികൾ, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ വിളകൾ ഫലപുഷ്ടിയേറിയ ഈ മലയോര മണ്ണിൽ ഹരിത സമൃദ്ധി ഒരുക്കി നിരയിടും. സപ്പോട്ട, റംബൂട്ടാൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങളും ഇവിടെ നിറഞ്ഞു കായ്ച്ചു കിടക്കുന്നു. കൃഷിയായിട്ട് വാഴയുണ്ട്, ജാതിയുണ്ട്, ചേനയുണ്ട്, പച്ചക്കറി ഐറ്റംസ് പല ഇതുണ്ട്. ഞാനിതെല്ലാം ചെയ്യുന്നത് ഈ ജീവാമൃതം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് എനിക്കത് ഒത്തിരി മെച്ചങ്ങളുണ്ടായിട്ടുണ്ട്. വിലയിലാണെങ്കിലും മെച്ചമാണ്, ഈ ഉൽപ്പാദനത്തിലാണെങ്കിലും എനിക്ക് കൂടുതൽ വിളവ് കിട്ടുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള മെച്ചങ്ങളൊക്കെ ഉണ്ട്. ഖരാമൃതം എന്ന് പറഞ്ഞാൽ ഈ നാടൻ പശുക്കളിൽ നിന്നും കിട്ടുന്ന ചാണകവും മൂത്രവും ഉപയോഗിച്ചാണ് ഇതെല്ലാം കൃഷി ചെയ്ത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മെച്ചങ്ങൾ എനിക്ക് കൃഷിയിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിൽപ്പനയ്ക്ക് അത് 10-60% വരെ വിലയിലും കൂടുതൽ എനിക്ക് ലഭിക്കുന്നുണ്ട്. ന്യായവിലയിൽ തനി നാടൻ ഗിർപശുക്കളുടെയും കിടാരികളുടെയും വിൽപ്പന, അപൂർവവും ഔഷധഗുണവുമുള്ള കരിങ്കോഴി, പെരുവലം കോഴി എന്നിവയുടെ വളർത്തലും വിപണനവും, ഗീർപശുക്കളെ ഇണചേർക്കൽ, കർഷകർക്കായുള്ള ബോധവൽക്കരണ പഠന പരിപാടികൾ തുടങ്ങിയവയും സുഫല കർഷക സംഘം നടത്തിവരുന്നു. സുഫല കാർഷിക സ്വാശ്രയ സംഘം ജൈവകൃഷി ചെയ്യുന്ന സാധാരണ കർഷകർക്ക് ഗീർപശുക്കളെ ന്യായമായ വിലയ്ക്ക് വിതരണം നടത്തുകയും അതിന്റെ മേൽനോട്ടം നടത്തുകയും ചെയ്യുന്നു. കൂടാതെ ജൈവകൃഷി ചെയ്യാനുള്ള സ്റ്റഡി ക്ലാസുകൾ നടത്തിക്കൊടുക്കുന്നു. 100% ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി നടത്തുന്ന കൃഷിക്കാരുടെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ അവർക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വന്നാൽ സുഫല കാർഷിക സംഘം അത് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും MBA ബിരുദം നേടിയ ജിമ്മി ജോസ് തനിക്ക് ലഭിച്ച മെച്ചപ്പെട്ട ജോലിയും ഉപേക്ഷിച്ച് സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തിയത് പാരമ്പര്യം തന്റെ ഹൃദയത്തിൽ പതിച്ചേകിയ കൃഷിയോടുള്ള അഭിനിവേശം കൊണ്ട് മാത്രമായിരുന്നു. അതിനോട് കൂട്ടുചേരാൻ പത്നി ജിൻസിയും തയ്യാറായപ്പോൾ ജിമ്മിയുടെ കാർഷിക സങ്കല്പങ്ങൾക്ക് നിറമേറുകയായിരുന്നു. സംഘം ലക്ഷ്യമിടുന്നത് കേരളത്തിലെ കർഷകരെ ജൈവ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഗീർ പശുക്കളുടെ ചാണകം ഉപയോഗിച്ച് കരജീവാമൃതം ഉപയോഗിച്ച് ജൈവ രീതിയിലൂടെ കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് സംഘത്തിന്റെ മെയിനായ ഉദ്ദേശം. എന്റെ അനുഭവം വെച്ച് യുവാക്കളായ കർഷകർ ഈ രീതി അവലംബിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ല വരുമാനം നേടുവാനും സാധിക്കും. പുത്തൻ കാർഷിക ആശയങ്ങളുമായി ജൈവ കൃഷി രംഗത്തേക്ക് എത്തുന്ന ഒരു യുവതലമുറയെ ഈ യുവ കർഷകൻ സ്വപ്നം കാണുന്നു.
വിശ്രമമറിയാതെ കൃഷിയെ ജീവിത ലഹരിയാക്കി മാറ്റിയ ജിമ്മി എന്ന ഈ മലയോര കർഷകന്റെ ഈ കാർഷിക തിരക്ക് നമ്മുടെ കാർഷിക മേഖലയുടെ മറ്റൊരു സൗന്ദര്യമായി മാറുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए जैव उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू पोर्ट। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। KSFE ഭാഗ്യവർഷ ചിട്ടികൾ 2015 ഒരിക്കലും മലയാളി ഓണം മറക്കില്ല. KSFE ചിട്ടികളും KSFE വിശ്വസ്തം, സുരക്ഷിതം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുരുമുളക് തോട്ടങ്ങൾ സ്ഥാപിക്കാൻ സഹായം. ഹൈടെക് ഗ്രീൻസ് സേഫ് ടു ഈറ്റ് പച്ചക്കറികളുമായി രംഗത്ത്. മലയോര വികസനത്തിന് ഹൌഡയുടെ പദ്ധതികൾ. കൃഷിവകുപ്പ് സുഗന്ധവിള വികസന പദ്ധതിയുടെ ഭാഗമായി പുതിയ കുരുമുളക് തോട്ടങ്ങൾ സ്ഥാപിക്കാൻ സഹായം നൽകുന്നു. 6 കോടി രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയിട്ടുള്ളത്. അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് ഇനങ്ങളുടെ വിസ്തൃതി വ്യാപിപ്പിക്കാനും കർഷകരെ നൂതന സാങ്കേതിക വിദ്യ അനുവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ലക്ഷ്യം. 1 ഹെക്ടറിൽ പുതിയ കുരുമുളക് തോട്ടം സ്ഥാപിക്കാൻ 20,000 രൂപ സബ്സിഡി നൽകും. റബ്ബർ പാൽ സംഭരണം, സാന്ദ്രീകരണം, ലാറ്റക്സ് കോമ്പൗണ്ടിംഗ്, ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പന, ഗുണമേന്മ നിയന്ത്രണം എന്നിവയിലും റബ്ബർ ബാൻഡ്, കയ്യുറ, റബ്ബർ നൂൽ, ബലൂൺ, റബ്ബർ പശ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലുമുള്ള പരിശീലനം ഒക്ടോബർ 12 മുതൽ 16 വരെ കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. ഇംഗ്ലീഷിലായിരിക്കും പരിശീലനം. ഫീസ് 2280 രൂപ. താമസ സൗകര്യം ആവശ്യമുള്ളവർ ദിനംപ്രതി 250 രൂപ അധികം നൽകണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ഫീസ് ഇനത്തിൽ 50% ഇളവ് ലഭിക്കുന്നതാണ്. വിശദമായ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 0481 2 353 323. മറ്റൊരു നമ്പർ 0481 2 353 127. തിരുവനന്തപുരം ജില്ലയിലെ ഹൈടെക് കർഷകരുടെ കൂട്ടായ്മയായ ഹൈടെക് ഗ്രീൻസ് പോളി ഹൌസുകളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറി ഉൽപ്പന്നങ്ങൾ സഞ്ചരിക്കുന്ന വിൽപ്പനശാലയിലൂടെ വിപണനം ആരംഭിക്കുന്നു. ഹൈടെക് ഗ്രീൻസ് എന്ന ബ്രാൻഡ് പേരിൽ സുരക്ഷിതമായ സേഫ് ടു ഈറ്റ് പച്ചക്കറി പാക്ക് ചെയ്ത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനാണ് പദ്ധതി ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ തൊഴിൽ രഹിതരായ പട്ടികവർഗക്കാർക്ക് അഭിരുചി അനുസരിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. SSLC യോഗ്യതയുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാം. ദുർബല ഗോത്ര വിഭാഗങ്ങൾക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്കും 8ാം ക്ലാസ്സാണ് യോഗ്യത. ആട്, കോഴി വളർത്തൽ, പൂകൃഷി, റബ്ബർ റോളർ യൂണിറ്റ്, കൃഷി ഉപകരണങ്ങൾ, തൊഴിൽ ഉപകരണങ്ങൾ എന്നിവയ്ക്കും ധനസഹായം നൽകും. അപേക്ഷകൾ ഒക്ടോബർ 15-ന് മുമ്പ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ ലഭിക്കണം. അപേക്ഷയുടെ മാതൃക കോടഞ്ചേരി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലോ കോഴിക്കോട് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിലോ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ
0495 2 376 364. മറ്റൊരു നമ്പർ 9496 070 340. മലയോര പ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ട് ഹിൽ ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ ഹാഡയിലൂടെ വിവിധ വികസന പദ്ധതികൾ നടപ്പാക്കുന്നു. മലയോര മേഖലകളിൽ പരിസ്ഥിതി സൗഹൃദ കുടിവെള്ള പദ്ധതി, റോഡുകൾ, ചെക്ക് ഡാമുകൾ തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. ഹാഡയുടെ നൂതന പദ്ധതിയായ സഹ്യശ്രീയിലൂടെ കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ഭക്ഷ്യസംസ്കരണം, ആയുർവേദ മരുന്ന് നിർമ്മാണം തുടങ്ങിയ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് സഹായം നൽകും. സംഘത്തിൽ ഉൾപ്പെട്ട ഒരംഗത്തിന് പരമാവധി 15,000 രൂപ വരെയുള്ള സബ്സിഡി തുക ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 10,900 രൂപ, കോഴിക്കോട് 12,000 രൂപ, തൃശൂർ 10,700 രൂപ. കൊപ്ര കൊച്ചി 7,355 രൂപ, കോഴിക്കോട് 7,600 രൂപ, തൃശൂർ 7,290 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 63,400 രൂപ, ഗാബിൾഡ് 66,400 രൂപ. ചുക്ക് മീഡിയം 19,500 രൂപ, ബെസ്റ്റ് 21,000 രൂപ. മഞ്ഞൾ സേലം 7,700 രൂപ, ഈറോഡ് 8,000 രൂപ. അടയ്ക്ക ക്വിന്റലിന് 21,500 രൂപ മുതൽ 25,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,100 രൂപ, RSS 4ാം ഗ്രേഡ് 11,350 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,000 രൂപ, RSS 4ാം ഗ്രേഡ് 11,350 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 10,900 രൂപ, കൊപ്ര 7,355 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 63,400 രൂപ, ഗാബിൾഡ് 66,400 രൂപ. ചുക്ക് മീഡിയം 19,500 രൂപ, ബെസ്റ്റ് 21,000 രൂപ. അടയ്ക്ക പുതിയത് 21,500 രൂപ മുതൽ 25,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160 രൂപ മുതൽ 200 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 325 രൂപ മുതൽ 360 രൂപ വരെ. ജാതി പത്രി 550 രൂപ മുതൽ 900 രൂപ വരെ. ഗ്രാമ്പു 830 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,100 രൂപ, RSS 4ാം ഗ്രേഡ് 11,380 രൂപ. ഒട്ടുപാൽ 7,400 രൂപ, ലാറ്റക്സ് 8,000 രൂപ. കമ്പോള അവലോകനം. സുഗന്ധവ്യഞ്ജന കർഷകർക്ക് പ്രതീക്ഷ പകർന്ന് കുരുമുളക് കയറ്റുമതി മുന്നേറുന്നു. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ കുരുമുളക് കയറ്റുമതി 148% ഉയർന്ന് 10,750 ടണ്ണായി. കുരുമുളക് കയറ്റുമതി വരുമാനം 201% വർദ്ധിച്ചു. കൊച്ചിയിൽ ഇന്ന് ഗാബിൾഡ് കുരുമുളക് 66,400 രൂപയിലാണ്. ലേല കേന്ദ്രങ്ങളിലേക്കുള്ള ഏലക്ക പ്രവാഹം തുടരുന്നു. വണ്ടൻമേട്ടിൽ നടന്ന ലേലത്തിൽ കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും ഉൽപ്പന്നം ശേഖരിക്കാൻ ഉത്സാഹിച്ചതോടെ മികച്ച ഇനങ്ങൾ കിലോ 876 രൂപയിൽ കൈമാറി. പകൽ താപനില താഴ്ന്നതോടെ റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. അതേസമയം മുഖ്യവിപണികളിലെ ഷീറ്റ് ക്ഷാമത്തിലും 4ാം ഗ്രേഡ് റബ്ബർ വിലയിൽ കാര്യമായ മാറ്റമില്ല. പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണ വില ഉയരുമെന്ന പ്രതീക്ഷയിൽ മില്ലുകാർ സ്റ്റോക്ക് വിൽപ്പനയ്ക്ക് ഇറക്കിയതോടെ കൊച്ചിയിൽ നിരക്ക് 100 രൂപ കുറഞ്ഞു. അതേസമയം മലബാർ മേഖലയിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയാണ്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.9. കോഴിക്കോട് 33.7, 24.4. കൊച്ചി 32, 23.4. ആലപ്പുഴ 32.2, 24. പുനലൂർ 32.4, 23.5. തിരുവനന്തപുരം 31.3, 24.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂട്ടാനിൽ മസാല കൂടുതലാ. എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ആവശ്യം എത്രയോ അത്രേ ഇടാവൂന്ന്. അല്ലേ, എനിക്ക് വല്ലപ്പോഴും പിഴിക്കുന്നതാ. നിങ്ങളോ എപ്പോഴും പാടത്ത് കണ്ണിൽ കണ്ട കീടനാശിനി ഇടുന്നു. അതെന്തിനാ? നേരാമോള് പറഞ്ഞത്. നോക്ക്, വയലിൽ എത്ര വേണോ അത്രയേ മരുന്നടിക്കാവൂ. ഓർത്തോളൂ, കീടനാശിനി വിഷമാണെന്ന് മറക്കണ്ട. പിന്നിൽ എഴുതിയിട്ടുള്ള കണക്കിലെ മരുന്നടിക്കാവൂ. ആദ്യം ഫെറോമോൺ ട്രാപ്പ്, ലൈറ്റ് ട്രാപ്പ്, മിത്രകീട്, ജൈവ കീടനാശിനി ഇവ ഉപയോഗിക്കുക.
ആവശ്യമെങ്കിൽ മാത്രം രാസകീടനാശിനി പ്രയോഗിക്കുക. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കയ്യുറ, മോസ്ക്, നീളൻ കൈയുള്ള ഉടുപ്പിവ ധരിച്ച് മരുന്നടിക്കുക. കാറ്റിനൊപ്പിച്ച് മരുന്നടിക്കുമ്പോൾ പിന്നിലായി നിൽക്കുക. മരുന്നിന്റെ പിൻ, തളിക്കൽ യന്ത്രം ഇവ സുരക്ഷിത സ്ഥാനത്ത് സൂക്ഷിക്കുക. എന്താ ഇപ്പൊ വല്ലതും മനസ്സിലായോ? ഓ, മനസ്സിലായി എന്റെ പൊന്നെ. ഇനി പറ്റില്ല അബദ്ധം. ഇവളെ നിന്നെ കുടിപ്പിച്ചില്ലേ വെള്ളം?